നമസ്കാരം. ആലപ്പുഴയിലെ വസതിയിൽ കയറി BJP നേതാവും അഭിഭാഷകനുമായ രഞ്ജിത്ത് ശ്രീനിവാസനെ വധിച്ച കേസിലെ 15 പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ഈ ശിക്ഷയെക്കുറിച്ച് ഭിന്നാഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട്. ചിലരെങ്കിലും പറയുന്നു ഇത് അതിര് കവിഞ്ഞ ശിക്ഷയായെന്ന്. അങ്ങനെയാണോ? ഈ ശിക്ഷയുടെ കാരണമെന്താണ്? ഇവർ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി രക്ഷപ്പെടുമോ? നമുക്ക് അന്വേഷിക്കാം. വധശിക്ഷയ്ക്ക് വിധിക്കണമെങ്കിൽ ആ കേസ് അപൂർവങ്ങളിൽ അപൂർവങ്ങളാവണം എന്ന് സുപ്രീം കോടതി കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ കൊലപാതകങ്ങളും വധശിക്ഷയ്ക്ക് അർഹതപ്പെട്ടതല്ല. ഒരാളെ കൊല്ലുന്ന രീതി, കൊല്ലപ്പെടുന്ന വ്യക്തി, കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം, ഇതൊക്കെ പരിഗണിച്ചാണ് വധശിക്ഷ വിധിക്കുക. ഇവിടെ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി VG ശ്രീദേവിയുടെ വിധിയിൽ പറയുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കാൻ സർവ്വതാ യോഗ്യതയുള്ളതെല്ലാം ഈ കേസിലുണ്ടെന്നാണ്. ഇക്കാര്യത്തിൽ സംശയമുള്ളവർ കേൾക്കേണ്ടത് ഈ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് G പടിക്കൽ ഇന്നലെ ചാനലുകൾക്ക് നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ആ കൊലപാതകത്തിന്റെ ക്രൂരതയെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ഭാഗം കേൾക്കുക. 12 പേര് ഈ തൊട്ട് മുമ്പിലത്തെ വഴിയിൽ തെക്കു നിന്ന് വടക്കോട്ട് വരുന്നത് ഈ അമ്മ കാണുകയാണ്. അപ്പോൾ അമ്മ അവരോടൊപ്പം എന്താണ് അവർ പെട്ടെന്ന് വന്ന് ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. ഗേറ്റ് തള്ളി തുറന്ന് നേരെ അകത്തോട്ട് കയറുന്നു. അതിന് മുമ്പിൽ നിൽക്കുന്നയാളുടെ കയ്യിൽ കൂടമാണ് ആയുധം. അവര് മുൻവശത്തെ വാതില് ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറുന്നു. അങ്ങനെ കയറുന്ന സമയത്ത് 12 പേരിൽ 8 പേർ അകത്തേക്ക് കയറുന്നു, 4 പേർ പുറത്തു നിൽക്കുന്നു. 4 പേരിൽ 3 പേര് മുൻവശത്തെ മുറ്റത്ത് നിൽക്കുന്നു, ഒരാള് അടുക്കള ഭാഗത്ത് വെച്ച് നിൽക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ മാരകമായ വാളുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണുള്ളത്. അപ്പോൾ അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ച 8 പേര്, അവരുടെ കൈവശം കൂടമുണ്ട്, 2 മഴുണ്ട്, ബാക്കിയുള്ളവരെല്ലാം വാളുകളാണുള്ളത്. ഒന്നാം പ്രതിയായ നൈസം അയാളുടെ കയ്യിലുണ്ടായിരുന്ന കൂടം കൊണ്ട് രഞ്ജിത്തിന്റെ തല അടിച്ച് തകർക്കുകയാണ്. വളരെ ഈ വേദിയിൽ അത് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അതിന്റെ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫുകൾ വളരെ 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 മാരകമായ മുറിവ്, കണ്ണുകൾ പോലും തെറിച്ചു പോകുന്ന തരത്തിൽ, തലയോട് പോലും പൊട്ടുന്ന തരത്തിലുള്ള അതിമാരകമായ ഒരു അടി. ആ അടിയേറ്റ് രഞ്ജിത്ത് താഴേക്ക് വീഴുന്നു. അതേസമയം തന്നെ 2ഉം 3ഉം പ്രതികൾ അവർ കൈവശം ഉണ്ടായിരുന്ന വാളുകൾ കൊണ്ട് രഞ്ജിത്തിനെ അതേ സമയത്ത് തന്നെ വെട്ടുകയാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീട് പ്രതികൾ സാക്ഷിമൊഴികൾ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ പ്രതികൾ കയറി ഇറങ്ങി വെട്ടി എന്നുള്ളതാണ്. അതായത് ഓരോരുത്തരും കോടതിയിൽ സാക്ഷികളുടെ മൊഴികളുടെയൊക്കെ രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതോ പക തീർക്കുന്നത് പോലെ കയറി ഇറങ്ങി വെട്ടി 46 തവണയാണ് രഞ്ജിത്തിനെ അതിനകത്തിട്ട് വെട്ടുന്നത്. ബ്ലഡ് ആ മുറി നിറയെ ബ്ലഡ് ആകുന്നു. രഞ്ജിത്തിന്റെ തലയോട്ടിയുടെ കഷണങ്ങൾ പോലും ആ മുറിക്കകത്ത്, സ്വീകരണ മുറിക്കകത്ത് തെറിച്ചു വീഴപ്പെടുന്നു, പല്ലുകൾ തെറിച്ചു വീഴപ്പെടുന്നു. ബ്ലഡ് ആ ഡൈനിങ് റൂമിന്റെ അകത്തെ റൂഫേൽ വരെ പറ്റിപ്പിടിച്ചിരിക്കുന്ന തരത്തിൽ ഒരാളെ പൈശാചികമായിട്ടോ ബീഭത്സമായിട്ടോ കൊല ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കൊലക്കേസുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകളും ഒക്കെ ഞാൻ കണ്ടു, ഞാൻ നടത്തുന്ന കേസുകൾ ഞാൻ കണ്ടു. പക്ഷെ ഇത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കൊലപാതക ചിത്രം ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അത്രയ്ക്ക് ആ കൊലപാതകം നടത്തുന്ന ആരുടെ മുമ്പിൽ വെച്ചാണ്? സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച്, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച്, ഇളയ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച്. അപ്പോൾ ഇങ്ങനെ കൊലപാതകം നടത്തുന്ന സമയത്ത് അമ്മ എൻ്റെ മകനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാലെ വീഴുന്നുണ്ട്. കാലെ വീണുകൊണ്ട് പറയുകയാണ്. ആ സമയത്ത് ആ അമ്മയുടെ പുറത്ത് പോലും വാളുകൊണ്ട് മുറിവേൽപ്പിക്കുകയാണ്. രഞ്ജിത്തിന്റെ ഭാര്യയെ കൈകൊണ്ട് പിടിച്ചെറിയുകയാണ്. എങ്ങനെയാണ് അവർ രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കൃത്യമായി പറയുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ ഏതെങ്കിലും ഒരു ക്രിമിനൽ കുറ്റത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളല്ല. ഏതെങ്കിലും ഒരാളെ നോവിച്ചു എന്ന് പോലും പരാതി ഈ കൊല ചെയ്തവർക്കില്ല. ഇവർ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു. ആ ലിസ്റ്റിലെ ഒന്നാമനായി രഞ്ജിത്ത് ശ്രീനിവാസൻ വരുന്നു. ഈ ലിസ്റ്റിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് BJPക്കാർക്ക് വേദനിക്കുന്ന ആൾ എന്നതാണ്. അങ്ങനെ തയ്യാറാക്കപ്പെട്ട ലിസ്റ്റിലെ ഒന്നാമനായതുകൊണ്ട് മാത്രമാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്നത്. ആ കൊലപാതകമോ ഒരു മനുഷ്യനുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ വേദന സമ്മാനിച്ചുകൊണ്ടുള്ള കൊലപാതകം. അപ്രതീക്ഷിതമായി വീടിനുള്ളിലേക്ക് ഇരച്ചു കയറുന്നു. വലിയ കൂടം കൊണ്ട് ഒരുത്തൻ തലയ്ക്കടിക്കുകയാണ്. ആ അടിയുടെ ആഘാതത്തിൽ തലയോട്ടി ചിതറിപ്പോയി എന്നതല്ല, കണ്ണുകളും പല്ലുകളും തെറിച്ചുപോയി എന്നതാണ് ആ ക്രൂരതയുടെ ഏറ്റവും വലിയ ഭീകരത. അതോടെ തീർന്നു. ഒരു മനുഷ്യന്റെ തലയിലേക്ക് കൂടം കൊണ്ടൊരാൾ തല്ലിയാൽ പിന്നെ അയാൾ രക്ഷപ്പെടില്ല. ആ ആഘാതത്തിൽ അയാളുടെ കണ്ണ് തെറിച്ചു പോകുന്നു, പല്ല് തെറിച്ചു പോകുന്നു.
അത്ര ഭീകരമായി അയാൾ പിടഞ്ഞു വീഴുന്നു. എന്നിട്ടും കലി തീരാതെ അവിടെ ഉണ്ടായിരുന്ന 12 പേരും മാറി മാറി വെട്ടുന്നു. എന്നിട്ട് ഇവർ ഞൊടിയിടയിൽ രക്ഷപ്പെട്ടു പോകുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ഭാര്യയുണ്ട്, അമ്മയുണ്ട്, ഒരു മകളുണ്ട്. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ഒരു പ്രകോപനവുമില്ലാതെ ചെയ്യണമെങ്കിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടുള്ളതല്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായി വിധിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തീർത്തു പറയാൻ കഴിയും, ഈ കൊലപാതകത്തിലെ ശിക്ഷ ഒട്ടും കൂടിയിട്ടില്ല. വധശിക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ശിക്ഷ വിധിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് തന്നെ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഒരു നിയമപ്രശ്നമുണ്ട്. 15 പ്രതികളാണുള്ളത്. അതിൽ 8 പേരാണ് വീടിനുള്ളിൽ കയറി കൊലപാതകം നടത്തിയത്. അതായത് വെട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്തത് 8 പേരാണ്. 4 പേർ പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു. 3 പേർ ഗൂഢാലോചനയുടെ ഭാഗമാണ്. നിയമമനുസരിച്ച് ഗൂഢാലോചനയുടെ ഭാഗമായാൽ ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ അവർക്കും ബാധകമാണ്. എങ്കിൽ പോലും വധശിക്ഷ പോലെ പരമാവധി ശിക്ഷ ഗൂഢാലോചകർക്ക് കൊടുക്കണോ എന്ന ചോദ്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ 15 പേരിൽ 8 പേരിലേക്ക് വധശിക്ഷ ഒതുങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. 4 പേർ, അതായത് പുറത്ത് കാവൽ നിന്നവരും ഗൂഢാലോചനയ്ക്ക് പങ്കെടുത്ത 3 പേരും അടക്കമുള്ള 7 പേരെ ഒരുപക്ഷെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയേക്കാം. എന്നാൽ കൊലപാതകത്തിന് നേരിട്ട് നേതൃത്വം കൊടുത്ത, വെട്ടുകയും കുത്തുകയും ചെയ്ത 8 പേർ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയാലും ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തിൽ നിന്നും തലയൂരാൻ പ്രയാസമായിരിക്കും. എന്ന് മാത്രമല്ല, ജയരാജ് എന്ന് പറഞ്ഞൊരു DYSP ആയിരുന്നു കേസ് അന്വേഷിച്ചത്. അദ്ദേഹം നന്നായി കേസ് അന്വേഷിച്ചു. പലപ്പോഴും കേസ് തെളിയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വെറുതെ വിടുന്നത് എങ്ങനെ കേസ് അന്വേഷിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയ. പിന്നെ വേണ്ടത് പ്രോസിക്യൂഷന്റെ നിലപാട്. അതായത് ഈ കേസ് അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവുകളെല്ലാം കൃത്യമായി കോടതിയിൽ എത്തിക്കാനും വാദിക്കാനും പ്രോസിക്യൂഷന് കഴിയണം. ഇവിടെ രണ്ടും നന്നായി മുമ്പോട്ട് പോയി. കേസ് അന്വേഷിച്ച ജയരാജ് ഭംഗിയായി ശാസ്ത്രീയമായി ഫോറൻസിക് സയൻസിന്റെ സഹായത്തോടെ തെളിവുകൾ എടുത്തു. 6 വയസ്സുകാരിയെ വണ്ടിപ്പെരിയാറിൽ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ അർജുനെ രക്ഷിച്ചത് കേസ് അന്വേഷിച്ച പോലീസാണ് പ്രധാനമായും. ഇവിടെ ആവശ്യത്തിലധികം സാക്ഷികൾ ഉണ്ടായിരുന്നു. 3 പേരുടെ മുമ്പിൽ വെച്ചാണ്, ഭാര്യയും മകളും അമ്മയും അടക്കം 3 പേരുടെ മുമ്പിൽ വെച്ചാണ് കൊലപാതകം നടത്തിയത്. ഇവർക്കാർക്കും ഈ പ്രതികളെ അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകളുണ്ട്. ഇവർ അവശേഷിപ്പിച്ചു പോയ ചോരപ്പാടുകൾ മാത്രമല്ല, ഇവരുടെ കൈവിരലുകൾ അടക്കം എല്ലാം ശാസ്ത്രീയമായി തെളിഞ്ഞതുകൊണ്ട് തന്നെ പ്രതികളുടെ അഭിഭാഷകൻ പോലും ഇവരല്ല കൊന്നതെന്ന് പറഞ്ഞില്ല എന്നോർക്കണം. അങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ അതിക്രൂരമായ അതിഭീകരവുമായ കൊലപാതകം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത വിധത്തിലാണ് തെളിയിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ അവർ അർഹിക്കുന്നത് വധശിക്ഷയ്ക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ശിക്ഷയുണ്ടെങ്കിൽ അതാണ്. അതില്ലാത്തത് കൊണ്ട് അവർക്ക് അർഹതപ്പെട്ടതാണ് വധശിക്ഷ. ആ വധശിക്ഷ അടകിട്ടിയിരിക്കുന്നത് പോലീസിനും പ്രോസിക്യൂഷനും നന്ദി പറയേണ്ടതുണ്ട്. പക്ഷെ എന്നിട്ടും അവർക്ക് കൂസലില്ല എന്നോർക്കണം. കോടതിയിൽ നിന്നപ്പോഴോ വധശിക്ഷ വിധിച്ചപ്പോഴോ അതിനുശേഷം കോടതിയുടെ പുറത്തെ വരെ ഇറക്കി നിർത്തിയപ്പോൾ ഒന്നും ഒരു കൂസലും ഇവർക്കില്ല. ചിരിച്ചുകൊണ്ട് പരസ്പരം സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വധശിക്ഷ ഉചിതമായി എന്ന നിഗമനം വീണ്ടും എത്തേണ്ടത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പ്രവൃത്തി ചെയ്തത് അവർക്ക് വേണ്ടിയല്ല, അവരെ പഠിപ്പിച്ചിരിക്കുന്ന തത്വശാസ്ത്രത്തിന് വേണ്ടിയാണ്. ഒരു RSSകാരനെ കൊന്നാൽ, ഒരു അവിശ്വാസിയെ കൊന്നാൽ അതിന്റെ പേരിൽ എന്ത് ശിക്ഷ കിട്ടിയാലും അത് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹമായി കരുതുക. അങ്ങനെ വേഗം ആ ശിക്ഷ ഏറ്റുവാങ്ങി സ്വർഗത്തിലേക്ക് പോവുക. അവിടെ ചെന്നാൽ 16 or 17 ഹൂറികൾ കാത്തിരിക്കുന്നു, മദ്യപ്പുഴ ഒഴുക്കി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഹൂറികളെ കാണാൻ പോകുന്ന ആഹ്ലാദത്തിലായിരുന്നു. അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ ആരാണെങ്കിലും തകർന്നു പോവില്ലേ? ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കാൻ പോകുന്നു. വെറുതെ ഒരു കാര്യവുമില്ലാതെ ആർക്കോ വേണ്ടി തന്റെ ജീവിതം ഇല്ലാതാക്കി എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സങ്കടമില്ല. ആ സങ്കടം ഇവർക്കില്ല. അവർ ചിരിച്ചുകൊണ്ട് പരസ്പരം സംസാരിച്ചു. ഒരുപക്ഷെ അവർക്കറിയാം നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇത് നടപ്പിലാക്കിയെടുക്കാൻ ഒരുപാട് കാലമെടുക്കുമെന്ന്. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് അവർ നീങ്ങുകയാണ്. അത് പോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ അവർക്ക് തെല്ലും വിഷമമില്ല, ദുഃഖമില്ല. പരസ്പരം സംസാരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ചിരിക്കുന്നു. അങ്ങനെ അവർ അതീവ സന്തോഷത്തോടു കൂടിയാണ് വധശിക്ഷ ഏറ്റുവാങ്ങിയത്. അതായത് ഹൂറുകളെ കാണാൻ അവർ ധൃതി പിടിച്ചിരിക്കുന്നു. ഓരോരുത്തർക്കും 10-16 ഹൂറുകളെ കിട്ടും. ഈ പഠനമാണ് യഥാർത്ഥ പ്രശ്നം എന്നുകൂടി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവർക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പോവാൻ കഴിഞ്ഞത്. ഒരു തരത്തിലും അവരുമായി ബന്ധമില്ലാത്ത ഒരാളെ അയാളുടെ വിശ്വാസത്തിന്റെ പുറത്ത് കൊന്നു തള്ളി, അതും അയാളുടെ ഭാര്യയുടെയും അമ്മയുടെയും മകളുടെ മുമ്പിൽ വെച്ച്.
എന്നിട്ട് തെളിവുകൾ അവശേഷിപ്പിച്ചു പോയി. അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവർ ആഹ്ലാദിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അവർ ഹൂറികളെ കാണാൻ വേണ്ടി പോയതാണ്. അവരുടെ ആഗ്രഹം സാധിക്കട്ടെ. എന്തിനാണ് തടസ്സമുണ്ടാക്കുന്നത്? എത്രയും വേഗം, വാസ്തവത്തിൽ ഈ പ്രതികൾ അപ്പീൽ കൊടുക്കരുത്, കാരണം എത്രയും വേഗം അവർക്ക് ഹൂറികളെ കാണാമല്ലോ. എല്ലാവിധ ആശംസകളും. എത്രയും വേഗം നിങ്ങൾക്ക് 16, 160, 1600 ഹൂറുകളെ കിട്ടി സ്വർഗത്തിലെ മധ്യപ്പുഴയിൽ ആറാടി ജീവിക്കാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.